ഇതെല്ലാം എൻ്റെ പണിയായുധങ്ങൾ രാജാവേ. ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? കേൾക്കാതെ എവിടെ പോകാനല്ലേ? അപ്പോൾ ഞാനും എൻ്റെ പണിയായുധങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ടാറ്റു വർക്കിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതാണ് മെയിൻ മെഷീനറി, ടാറ്റു അടിക്കാൻ യൂസ് ചെയ്യുന്ന മെയിൻ മെഷീനറി. ഇതിൽ 2 ഉണ്ട്. എന്താണെന്നറിയോ? ഒരെണ്ണം സ്പെയർ വാങ്ങി വെച്ചതാണ്. എങ്ങാനും ഒരെണ്ണം പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 വാങ്ങി. ഇത് 2 ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ 2 മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കോഡും ഒരു സൈഡിൽ നമ്മുടെ എന്തായിരിക്കും നീഡിൽ. എല്ലാവർക്കും പേടിയുള്ള സംഭവമാണ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഈ ടാറ്റു ചെയ്യുമ്പോൾ വേദന ഉണ്ടാവില്ലേ? ഇതാണ് നമ്മുടെ മെയിൻ വില്ലൻ. ഇതാണ് ഈ നീഡിൽ എന്ന് പറയുന്ന സംഭവം. നമുക്ക് എത്ര ചെറുതാണ് അതിൻ്റെ സൂചി. എന്നിട്ടാണ് ആൾക്കാർ ചോദിക്കണേ, ഇത് കുത്തുമ്പോൾ വേദനിക്കോ എന്ന്. വേദനയൊക്കെ ഉണ്ടാവും, അത് സഹിക്കാമെന്നുള്ള കഴിവാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇനി കാണിക്കാൻ പോണതാണ് നമ്മുടെ ഇങ്ക്. ഏറ്റവും ഹൈ ക്വാളിറ്റി ഇങ്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയണമെന്നുള്ളൂ. പിന്നെ ഇതാണ് നീഡിൽ ബോക്സ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഞാൻ 2 എടുത്തു വെച്ചുള്ളൂ. ഇതുപോലെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു വീഡിയോയിലൊന്നും നിൽക്കില്ല. അപ്പോൾ ഫലൂൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് നീഡിൽ നമുക്ക് തരുന്നത്. നമുക്ക് തരുന്നതല്ല, ഫലൂൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നീഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന നീഡിൽ. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതെൻ്റെ സ്വന്തം ലാപ്ടോപ്പ്, എൻ്റെ ബ്രദർ എനിക്ക് തന്നതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ടാറ്റു ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ. നമുക്കൊരു പ്രിൻ്ററും ഉണ്ട്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു പ്രിൻ്റ് എടുക്കുന്നതും കാണിച്ചു തരാം. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ക്ലാസ് പോലെ ഒന്നല്ല കേട്ടോ, എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ടാറ്റുവിൻ്റെ വീഡിയോസ് പലതും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, മെഷീനറി ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ബേസിക്കായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ലോങ് വീഡിയോ ഇതിനേക്കാളും വലുത് ഞാൻ ഒരെണ്ണം സെറ്റാക്കുന്നുണ്ട്. അതൊരു വർക്കിനോട് കൂടി കണക്ട് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. ടാറ്റു ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാനും ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ദൈവം ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെന്താ, ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസം, ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടിപൊളിയാണ്, പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കാമെന്ന്. അങ്ങനെ കുഞ്ഞു കുട്ടികൾ തറ പറയാന്ന് എഴുതി പഠിക്കുന്ന പോലെ കുത്തിയിരുന്ന് എഴുതിയും വരച്ചും പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിനൊന്നും മെരുക്കിയെടുത്തത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു പ്രിൻ്റ് എടുക്കണം കൂടി കാണിച്ചിട്ട് ഞാൻ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ടാറ്റാ.